ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ്. ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത്. അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്ത് ഇപ്പം നിലവിൽ ചെയ്ത്. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും എല്ലാം ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു. ജസ്ന സലീം അതുമാത്രമാണ് ഇപ്പോൾ വിഷയം. യഥാർത്ഥ ഒരു കൃഷ്ണഭക്തയായിക്കൊണ്ട് ജസ്നക്ക് മതം വിട്ട് അഥവാ ഹിന്ദു മതം സ്വീകരിച്ചുകൊണ്ട് ഒരു കൃഷ്ണഭക്തി കാണിക്കാമായിരുന്നു. സത്യത്തിൽ രാജ്യത്തെ നിയമം അനുസരിച്ച് തീർച്ചയായിട്ടും മതസ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. മാത്രമല്ല എവിടെ വെച്ചും ആർക്കും ഏത് വിശ്വാസവും സ്വീകരിക്കാമെന്ന് വിശുദ്ധ ഖുർആൻ പോലും ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ബലപ്രയോഗം എന്ന് പറയുന്നത് ഈ മതത്തിലില്ല തന്നെ. വെറുതെ എങ്കിലും സുഡാപ്പികൾ എന്നെ അത് ചെയ്യും, സുഡാപ്പികൾ എന്നെ ഇത് ചെയ്യും, RSSകാരെന്നെ ഇത് ചെയ്യും, RSSകാർ മറ്റത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞ് ഇരു വിഭാഗത്തെയും എന്ത് ചെയ്തു? നിൻ്റെ ഉടായിപ്പ് പ്രവൃത്തി കൊണ്ട് ഇരു വിഭാഗത്തെയും വെറുപ്പിച്ചു കളഞ്ഞു. നിനക്ക് ഒരു തന്ത്രം അറിഞ്ഞുകൂടാ. അതാണ് നിനക്ക് ബിസിനസ് പരമായിട്ടുള്ള തന്ത്രമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് നടക്കൂല. എന്തുകൊണ്ടെന്നാൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തി അവിടുത്തെ യഥാർത്ഥ ഭക്തന്മാർ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ നീ അവിടെ ഇടങ്കോലിട്ട് അവരുടെ ഭക്തിക്ക് കളങ്കം ചാർത്തി അവർ വിശ്വസിക്കുന്ന ആ പരിശുദ്ധ ഗുരുവായൂരപ്പൻ്റെ നടയിൽ നീ തമ്മി തല്ലാനും തെറി പറയാനും ഒക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കുന്നു അതൊരു പവിത്ര സ്ഥലമാണ് അവരുടെ വിശ്വാസത്തിൽ. ആ പവിത്ര സ്ഥലത്ത് നീ കടന്നു ചെന്നുകൊണ്ട് ഒരിക്കലും നീ ഇത്തരത്തിലുള്ള തെറിവാക്ക് പറയുമ്പോൾ അതോടൊപ്പം തന്നെ നിൻ്റെ ആ കയ്യേറ്റം ഇതൊന്നും ഏത് ആരാധനാലയത്തിൻ്റെ മുമ്പിലാണെങ്കിലും ഒരു വീട്ടിൻ്റെ മുമ്പിലാണെങ്കിലും തീർച്ചയായിട്ടും ഇതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. മാത്രമല്ല ഈ സാഹചര്യത്തിൽ നിൻ്റെ വാക്കുകൾ തന്നെ അതിന് തെളിവാണ്. നീ ഇടക്ക് പറയുന്നുണ്ട് എന്ത് ഞാനൊരു മുസ്ലിമാണ്. നീ മുസ്ലിമിനെ കുറ്റം പറഞ്ഞ് നോക്കിയിട്ടും നീ പറയുന്നത് ഞാനൊരു മുസ്ലിം തന്നെയാണ്. എൻ്റെ മക്കൾ മദ്രസയിൽ പഠിക്കുന്നു, അവർ നന്നായിട്ട് നമസ്കരിക്കുന്നു, അവർ നന്നായിട്ട് ഖുർആൻ ഓതണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇവർ മനസ്സിലാക്കുന്നത്? ആലോചിച്ച് നോക്ക്. അപ്പോൾ നിനക്ക് ആത്മാർത്ഥതയില്ല, നിനക്ക് കപടഭക്തിയാണുള്ളത്. സ്വാഭാവികമാണ്, അതെല്ലാവരും ചിന്തിക്കും. ഒരു മതത്തെ സ്വീകരിക്കാതെ ആ മതത്തിൻ്റെ ആരാധ്യ പുരുഷനെ സ്നേഹിക്കുന്ന മാതിരിയൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും അതിനോട് വെറുപ്പുണ്ടാകും. കാരണം ഒരു ഇസ്ലാം സ്വീകരിക്കാതെ ഒരു ഹിന്ദു സ്ത്രീ വന്നിട്ട് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പാലക്കാടൻ ഫാമിലി ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അവളുടെ ഉദ്ദേശം എന്തു തന്നെ ആയാലും സത്യത്തിൽ അവൾ ഫാത്തിയ പഠിച്ചു, ഫാത്തിയ പാരായണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു യഥാർത്ഥ തനതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല രൂപപ്പെടുന്നത്. മറിച്ച് അവരുടെ ബിസിനസ് പരമായ താല്പര്യങ്ങളാണ് ഇതിനകത്തൊക്കെ കാണുന്നത്. ഈ ജസ്ന സലീം കളിക്കുന്ന ഒരു കളി തന്നെ. എന്നാൽ പിന്നെ ജസ്നക്ക് മതം മാറിക്കൊണ്ട് ഹിന്ദു മതം സ്വീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് അവൾക്ക് യഥാർത്ഥ കൃഷ്ണഭക്തയായി? എനിക്ക് ഈ കൃഷ്ണഭക്തയായ ഈ കപട കൃഷ്ണഭക്തയായ ഈ ജസ്ന പറയുന്ന ഒരു വാക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് ഗുരുവായൂരപ്പൻ്റെ നടയിൽ 2 പ്രാവശ്യമെങ്കിലും ഒരു വർഷത്തിൽ വരാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്തു തരണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്താണ് അവളുടെ ലക്ഷ്യം? അവളുടെ ആ ഫോട്ടോ വരച്ചതാണോ എന്താണെന്നും അറിയില്ല. അതൊക്കെ ഒന്ന് വിറ്റ് കാശാക്കണം. ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് അതിന് നല്ല വില വാങ്ങിയിട്ട് അവൾക്ക് ഉപ്പാക്ക് വീട് വെച്ച് കൊടുക്കണം, പിന്നെ ഉമ്മാക്ക് വീട് വെച്ച് കൊടുക്കണം, പിന്നെ കുടുംബാംഗങ്ങൾക്കൊക്കെ വീട് വെച്ച് കൊടുക്കണം, പിന്നെ അവർക്ക് ഹജ്ജിന് പറഞ്ഞയക്കണം അവരെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യഥാർത്ഥ ഹിന്ദു ഭക്തർക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രയാസമുണ്ടാക്കുന്ന വാക്കും ഈ ജസ്ന നീ തട്ടിപ്പ് നടത്തുകയാണ്, നിന്റെ ലക്ഷ്യം പണമുണ്ടാക്കലാണ് എന്ന് യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾക്ക് ബോധ്യമായിത്തീരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഉടായ്പകളിൽ നീ നിർത്തുക. അതോടൊപ്പം തന്നെ ജിഹാദ് ഈ സമുദായത്തെ നീ പറയിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിന്റെ പിന്നിൽ ഈ ജിഹാദികളാണ് എന്ന് ജാമ്യത വരെ നിന്നെ ആദ്യമൊക്കെ പൊക്കി പറഞ്ഞിരുന്ന
ജാമ്യത വരെ ഇപ്പോൾ പറയാൻ തുടങ്ങി. നിന്നെ ഇട്ട് ഈ കോലത്തിലാക്കി കളിക്കുന്നത് മുസ്ലിം ജിഹാദികളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾക്ക് നിന്നെ കൊണ്ട് എന്ത് പ്രയോജനമാണ്? എന്തെങ്കിലും ഒരു ഉറുമ്പിൻ്റെ പ്രയോജനം നിന്നെ കൊണ്ട് മുസ്ലിം സമുദായത്തിനുണ്ടോ? അവർക്ക് കൂടുതൽ വേദനിപ്പിക്കുക എന്നല്ലാതെ, അവരെ ദുഃഖിപ്പിക്കുക എന്നല്ലാതെ നീ എന്താണ് ചെയ്തിട്ടുള്ളത് എല്ലാ സമയത്തും? അപ്പോൾ ഞാൻ പറയുന്നത്, 2 തോണിയിൽ കാലിട്ട് കൊണ്ട് നീ സഞ്ചരിക്കരുത് ജസ്ന, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം 2 കാലും നിനക്ക് നഷ്ടപ്പെടും. അതാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. 2 തോണിയിൽ കാലിട്ട് നമ്മൾ സഞ്ചരിച്ചാൽ സ്വാഭാവികമായിട്ടും ഗതി പിന്നോക്കവും ഒന്ന് മുന്നോക്കവും നിൽക്കും. ഒപ്പമായിട്ട് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ആ സാഹചര്യത്തിൽ 2 കാലും അങ്ങോട്ട് ഇതാവും, മുറിയും. അപ്പോൾ അത് അങ്ങനെ ഒരു പോക്ക് സാധ്യമല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ആ വാക്ക്. അതുപോലെ നീ ഒന്നുകിൽ ഒരു ഹിന്ദു മതം സ്വീകരിച്ച് യഥാർത്ഥത്തിൽ നീ ഒരു കൃഷ്ണഭക്തയായിട്ട് നിനക്ക് വർഷത്തിൽ 2 പ്രാവശ്യമല്ല, വർഷത്തിൽ 360 ദിവസവും നിനക്ക് അവിടുത്തെ അന്തേവാസിയായിട്ട് കഴിയാം. അതല്ലെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ നടയിൽ തന്നെ നിനക്ക് സ്ഥിരമായിട്ട് കഴിഞ്ഞുകൂടാം. നിനക്ക് നിൻ്റെ പടം വിൽക്കുകയോ അവിടെ വേറെ ആശ്രമത്തിൽ വേറെ വല്ല പണിയെടുക്കുകയോ എപ്പോഴും കൃഷ്ണനെ കാണുകയും ആനന്ദിക്കുകയും നിൻ്റെ ആ ഇഷ്ടമൂർത്തിയെ നിനക്ക് കൂടുതലായിട്ട് വിശ്വസിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോയി ആ ജീവിതം അങ്ങനെ തള്ളി നീക്കാം. പക്ഷേ നീ അത് ചെയ്യുന്നില്ല. അപ്പം നിനക്ക് ആ മതത്തോട് ആത്മാർത്ഥതയില്ല, ആ മതത്തിലെ ദൈവത്തോട് സ്നേഹമില്ല. മറിച്ച് ആ ഭക്തന്മാരെ മുഴുവൻ നീ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു. അവരത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇനി നിനക്ക് ഇസ്ലാമിലേക്ക് മടങ്ങുക എന്നത് പറഞ്ഞാൽ ഇനി നിനക്ക് അത് സാധ്യമല്ല. ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം നീ ഏതൊരു സത്യപ്രസ്താവനയിലാണോ ഈ മുസ്ലിം ആയിരിക്കുന്നു, തീർച്ചയായിട്ടും അതിനെ നീ മുർത്തദ് എന്ന് പറയുന്ന രീതിയിൽ നീ മതപരിത്യാഗിയായി. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തില്ല, ആരും നിന്നെ ഒന്നും ചെയ്യില്ല. നിനക്ക് തീർച്ചയായിട്ടും അതൊരു മാതൃകയാവട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ട് ഒരു മാതൃകാ സ്ത്രീ എന്ന നിലക്ക് നീ യഥാർത്ഥ കൃഷ്ണഭക്തയാവൂ, കപട ഭക്തയാവാതിരിക്കൂ. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് പാലക്കാട് തന്നെ ഒരു പെൺകുട്ടി വ്ളോഗ് ചെയ്തിരുന്നു. അവരുടെ ഈ പാലക്കാട് എന്താ പറയുക ധന്യ എന്ന വ്ളോഗറെ സംബന്ധിച്ച് എനിക്കറിയില്ല കേട്ടോ, ഞാനൊന്നും പറയല്ല. പക്ഷേ ഈ ധന്യ ഫാത്തിയ പഠിച്ചിട്ടുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് നന്നായിട്ട് വാഴ്ത്തി പറയുന്നുണ്ട്, ഇസ്ലാമിനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഹിന്ദുവാണ് എന്നും ഹിന്ദു ഭക്തയാണ് എന്നും ഞാൻ ഹനുമാൻ ക്ഷേത്രം ഉണ്ടാക്കിയെന്നും ഇങ്ങനെയൊക്കെ അതും പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒക്കെ ലക്ഷ്യം ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റിച്ച് ഇപ്പോൾ ധന്യ പറയുന്ന ഇപ്പോൾ ചിന്തിക്കുന്നത് മുസ്ലിങ്ങളെ പറ്റിച്ച്. അതാണ് ഞാൻ മുസ്ലിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട് എന്നിട്ട് ഒരു ആദ്യത്തെ അധ്യായമായ ഫാത്തിയ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഫാത്തിയ അതാണ് ഏറ്റവും വലിയ രസം. ആ ഫാത്തിയ മുഴുവൻ തെറ്റായിട്ടാണ് പാരായണം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എന്താണ്? ഭയങ്കര സുന്ദരമായിട്ട് എന്തുമാത്രം മഹത്തായ ഒരു കിറാത്താണ് ഈ ധന്യ നടത്തിയിട്ടുള്ളത്, കേട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ വെറുതെ എങ്കിലും സുഖിപ്പിക്കുന്ന കുറേ ആണും പെണ്ണും കെട്ട കുറേ ആളുകൾ, അത് വേറെ. കാരണം അവരുടെ ആ ഖുർആൻ പാരായണം കേട്ടാൽ നമുക്കറിയാം അത് തെറ്റാണ്. ഒരിക്കലും തെറ്റ് ഓതാൻ പാടില്ല. അത് ഏത് വിഭാഗത്തിനും. ഒരു കൃഷ്ണനെ പുകഴ്ത്തി അവിടെ ജഷ്ണ പാടുന്ന പാട്ട് സ്വാഭാവികമാണ് തെറ്റിച്ച് കൃഷ്ണനെ നിന്ദിക്കുന്ന പാട്ട് പാടിയാലോ അവരത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തായാലും ജഷ്ണ ആ മതം മാറി തീർച്ചയായിട്ടും ആ മതം സ്വീകരിച്ച് മുന്നോട്ട് പോട്ടെ. ഇവിടെ രാജ്യത്തെ നിയമം അനുസരിച്ചും അഥവാ ഭരണഘടന നൽകുന്ന എല്ലാ പദവി എന്താ പറയുക ചട്ടങ്ങളനുസരിച്ച് അനുച്ഛേദങ്ങളനുസരിച്ച് ഈ ജഷ്നക്ക് മതം മാറി ജീവിക്കാവുന്നതാണ്. ആരും അവളെ ഭയപ്പെടുത്തില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കണ്ട. ഇവിടെ 100 കണക്കിന് ഹിന്ദുക്കൾ ഇസ്ലാമിലേക്ക് പോയാലും ഹിന്ദുക്കൾ കൂടുതൽ ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് വന്നാലും ഇസ്ലാമിൽ നിന്ന് കുറേ മുസ്ലിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് പോയാലും ഇനി അതല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് കുറേ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയാലും ഇനി ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കുറേ ഇസ്ലാമിലേക്ക് വന്നാലും ഇതുകൊണ്ടൊന്നും ഒരു മതം വളരുകയോ തളരുകയോ ചെയ്യില്ല. അടിസ്ഥാനത്തിൽ മതത്തിൽ ആരും ഉണ്ടാവുക എന്നതൊന്നും ഈ മതങ്ങളൊന്നും തന്നെ നിഷ്കർഷിച്ച ഒന്നല്ല. വിഡ്ഢികളായ ആളുകൾ മാത്രമാണ് അങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ട് നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സോപ്പിട്ടിൻ്റെ മതത്തിലേക്ക് കുറേ ആളുകളെ കൊണ്ടുവരണം. അങ്ങനെ ഒരു മതവും യഥാർത്ഥത്തിൽ പറയുന്നില്ല. ബലപ്രയോഗത്തിൻ്റെ ഭാഷ ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാന സത്യം അതാണ്. കുറേ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുകൊണ്ട് യാതൊരു ഷഹാബി പ്രവാചക സാന്നിധ്യത്തിൽ നിന്ന് യമൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പ്രബോധന ദൗത്യത്തിന് വേണ്ടി
അള്ളാഹുവിൻ്റെ റസൂൽ നിയോഗിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, മഹത്തായ പവിത്രമായ മസ്ജിദുൻ നബവി പള്ളിയിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുക എന്നത് എന്ത് മഹത്വമാണ്, അതിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്നിട്ട് എൻ്റെ ആരാധനയുടെ ആ ഒരവസ്ഥ എനിക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ വഴി യഥാർത്ഥമായിട്ടൊരു വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നാൽ ഹിദായത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അങ്ങനെ താങ്കൾ വഴി ഒരാൾ സന്മാർഗം പ്രാപിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലോകം മുഴുവൻ നേടിയതിനേക്കാൾ ഉത്തമം അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കപടഭക്തി അല്ല പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പാലക്കാടൻ ധന്യ പറയുന്നതും യഥാർത്ഥത്തിൽ ഹിന്ദുവായിട്ടുള്ള പാലക്കാടൻ ധന്യക്ക് എന്തിനാണ് ആ പാലക്കാടൻ ധന്യ യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിൻ്റെ തിയറിയെയാണ് ആ സ്ത്രീയും നിന്ദിക്കുന്നത്. അവൾ 2 തോണിയിൽ കാലിട്ടുകൂടാ. എന്തിന്? ഒരു ഹിന്ദു എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും അത് ഹിന്ദുക്കൾക്ക് വേദനയുണ്ടാക്കും. എന്നതുപോലെ തന്നെ ഒരു മുസ്ലിം ഹിന്ദുക്കളെ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നാലും ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നാലും അത് മുസ്ലിങ്ങൾക്കും വിഷമമുണ്ടാക്കും. അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാതെ നിങ്ങൾ ഒരേ തോണിയിൽ കാലിട്ട് ഒരേ വിശ്വാസത്തിൽ ഊർജിതപ്പെടുത്തി, അതാണ് നിങ്ങൾ പരസ്പരം സഹായിക്കൂ. അതുകൊണ്ട് എന്താണ്? ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ സഹായിക്കണം, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ സഹായിക്കണം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ സദക്ക, ചാരിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. അവർ എല്ലാവർക്കും കൊടുക്കണം. അതിനെന്തിനും മതം മാറണം. അതോടൊപ്പം തന്നെ ഹിന്ദു വിശ്വാസപ്രകാരവും ഇപ്പം ചിലപ്പോൾ കാണാൻ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ അവിടുത്തെ എല്ലാവർക്കും അവിടെ ഭക്ഷണം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൊടുക്കും. അതിനെന്താ പ്രശ്നം? പിന്നെ എന്തിനാണ് ഈ 2 തോണിയിൽ കാലിട്ട് 2 വിഭാഗത്തെയും വെറുപ്പിച്ച് മുന്നോട്ട് പോകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.